വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് റെസിപ്പിയുമായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇലയുടെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. അധിക സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. കുറച്ച് സാധനങ്ങളും കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഇലയുടെ. ഇനി ഞാൻ ഈ റെസിപ്പി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. ഒരു 3/4 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു 2 ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്ത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഇല ഓൾറെഡി കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിസ്മിസ്, കുറച്ച് പീനട്ട്സ്, പിന്നെ തേങ്ങ നമ്മൾ തിരുമ്മി വെച്ചത് 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ജീരകം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ ചുക്കും ഏലക്കായും കൂടെ കുറച്ച് പഞ്ചസാരക്കകത്ത് ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാനുള്ളതാണ്. പിന്നെ ഈ പീനട്സ് നമ്മളൊരു 1/4 കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതും നമുക്ക് പൊടിച്ച് ചേർക്കാനുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ സാധനങ്ങൾ ഇതിനു വേണ്ടി വേണ്ടത്. ഇനി നമ്മൾ എങ്ങനെ ഇത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം പറഞ്ഞു തരാം. നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം. ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 സ്പൂൺ ഈ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ കിസ്മിസ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഏത്തക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്ത് അതും ഈ കൂടെ നമ്മൾ വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. ഇത് നന്നായിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഒരുവിധം വഴന്ന് കഴിയുമ്പം ഉടച്ചെടുത്ത് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. അതാണ് നമുക്കിനി ചെയ്യാനുള്ള സ്റ്റെപ്പ്. ഏത്തക്ക നമ്മൾ ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂടെ തന്നെ നമ്മൾ ശർക്കര പാനിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം ശർക്കര നമ്മൾ എടുത്ത് വെച്ചിരുന്ന ശർക്കര എടുത്ത് പാനിയാക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് അത് പാനി ആയിക്കോളും. നമ്മുടെ ഈ ഏത്തക്ക ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഇത് ഇച്ചിരി ഒന്ന് നന്നായിട്ട് ഉടയണം. അപ്പൊ ഇപ്പൊ ഞാനത് നന്നായിട്ട് ഉടച്ചുകൊണ്ടിരിക്കുക. ഇത് ഉടച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇതിനകത്ത് ചേർക്കാനായിട്ട്. ഇത് നമ്മുടെ ഏത്തപ്പഴം ഒരു ഇത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനിയിപ്പം തേങ്ങ ചേർത്ത് ചിരകി വെച്ച് തേങ്ങ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് തേങ്ങ നന്നായിട്ടൊന്ന് ചെറിയൊന്ന് ഫ്രൈ ആവുന്ന പരുവത്തിൽ ഇതിൻ്റെ കൂടെ ചേർന്ന് മിക്സ് ആവുന്ന പരുവത്തിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മുടെ പഴവും തേങ്ങയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഉടച്ച് നല്ലതായിട്ട് മിക്സ് ആയി നമ്മുടെ കിസ്മിസ് ഒക്കെ ആയിട്ട് നല്ല മിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പം ശർക്കരപ്പാനി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരിച്ച ശർക്കരപ്പാനി നമ്മളിപ്പം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. നമ്മുടെ പഴത്തിനകത്തേക്ക് ശർക്കരപ്പാനി ഒഴിച്ചത് ഇപ്പം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഉടച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന പൊടികളെല്ലാം, അതായത് ഏലക്കപ്പൊടി, ജീരകം, പീനട്സ് പൊടിച്ചു വെച്ചേക്കുന്ന അതെല്ലാം 1 by 1 ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതൊന്ന് തിളച്ച് വരണം നമുക്ക്. ശർക്കരപ്പാനിയും പഴവും എല്ലാം കൂടെ ഒഴിച്ച് നമ്മളിത് ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെയ്യേണ്ടത് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള പൊടികൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. പഴം ഇച്ചിരി നമുക്ക് നല്ല പഴുത്ത പഴമാണെങ്കിൽ ഉടയാൻ എളുപ്പമുണ്ട്. ഇത് നമ്മളെടുത്തത് ഒരു ആവറേജ് പഴുത്ത പഴമാണ്. നല്ല ഉടയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് ഉടയുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ പഞ്ചസാര ഇട്ടാ പൊടിച്ച് വെച്ചേക്കുന്നത്. അത് നമ്മൾ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്തുവെച്ചാൽ മതി. ചുക്കൊക്കെ നമുക്ക് എത്രയ്ക്ക് വേണം, ടേസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രമാണ് ഇത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിട്ട് കൊടുത്തു. അതിട്ടിട്ട് ഇനി ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ആകട്ടെ. മിക്സ് ആയിട്ട് ഇനി നമ്മൾ അടുത്ത പൗഡർ കൂടെ നമുക്ക് ഇടാനുണ്ട്. ഒന്ന് ശരിക്കും മിക്സ് ആയിട്ട് ഇത് ഒരുവിധം മിക്സ് ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പീനട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇനി ഈ പൊടികളെല്ലാം കൂടി ഇട്ടതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതിപ്പം നല്ലതായിട്ടൊരു ഒത്തിരി വെള്ളമില്ലാതെ, കുറച്ച് വെള്ളമുണ്ട് എന്നാലും ഒത്തിരി അങ്ങ് വെള്ളമില്ലാതെ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഇനിയും ചെയ്യേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി നമ്മൾ 3/4 കപ്പ് വെച്ചിട്ടുണ്ടല്ലോ, ആ അരിപ്പൊടി കൂടെ ഇതിനകത്ത് കുറേശ്ശെ കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്.
ഇനി നമ്മൾ ഇതിനകത്തേക്ക് അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വീണ്ടും നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇത് ഇട്ട് കൊടുക്കുകയും ചെയ്യണം, ആ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 3/4 കപ്പ് അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഇനി മിക്സ് ചെയ്ത് നമ്മൾ എടുത്ത് വെക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മൾ മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്ത് നമ്മൾ ഒരു ഹൽവയുടെ ഒക്കെ ഒരു പരുവമായിട്ടാണ് വരുന്നത്. ഇത് ഏകദേശം കംപ്ലീറ്റ് ഹൽവയുടെ അല്ല, പക്ഷെ ഒരു ഏകദേശം നമ്മുടെ ഒരു ഹൽവയുടെ ഒക്കെ പരുവത്തിലെടുത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കുക. ഇത് നമ്മൾ ഈ മിക്സറാണ് നമ്മൾ ഇലക്കകത്ത് ചേർത്ത് നമ്മൾ ഇലയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ അടയുടെ മിക്സർ എല്ലാം റെഡി ആയിരിപ്പുണ്ട്. നമ്മൾ നല്ല കൺസിസ്റ്റൻസിൽ അത് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇല കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇലകൾ ചെറിയ പീസാക്കിയിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അട വെക്കാൻ പാകത്തിന്. അപ്പോൾ ആ ഇല എടുത്ത് വെച്ചു. ഇനി ഈ മിക്സർ ഞാൻ 2 സ്പൂൺ ഇതിനകത്ത് എടുത്തിട്ട് ഇതിനകത്ത് ഇലക്കകത്ത് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ മിക്സറിനെ നമ്മൾ ഒരേ ഷേപ്പിൽ കൊണ്ടുവന്ന് ഇച്ചിരി ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇച്ചിരി കൂടിയോ കുറഞ്ഞോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇരിക്കുന്ന നമ്മുടെ വെക്കുന്ന ഒരു അളവിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്താൽ മതി, നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതൊരു ഏകദേശം ഞാൻ ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് അതിനൊന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് ഒരു സൈഡ് ഫോൾഡ് ചെയ്തു, അടുത്ത സൈഡ് ഫോൾഡ് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ഒരു ഫോൾഡ്, പിന്നെ ഇവിടുന്ന് ഒരു ഫോൾഡ്, അങ്ങനെ ഒരു 4 ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇത് മടക്കിയെടുത്ത് നമ്മളിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഇലയെല്ലാം എടുത്ത് അടയാക്കി എടുത്ത് ചെറിയ ഇലക്കകത്ത് വെച്ച് ഇതുപോലെ അടയാക്കി ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഇലയുടെ ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അടയെല്ലാം ഇലക്കകത്ത് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെയ്യാനുള്ളത് ഇനി എടുത്ത് വെച്ചേക്കുന്ന അടയെ നമ്മളിനി വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അത് നമ്മൾ അപ്പച്ചമ്പിനകത്ത് ഇല എല്ലാം വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഇതിന് അധികം സമയമൊന്നും വേണ്ട, കുക്കാകാനുള്ള നമ്മുടെ ഒരു ടൈം, അതായത് ഒരു 15-20 മിനിറ്റ്സ് മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 15-20 മിനിറ്റ്സ് അകത്തും കൊണ്ട് ഇതായി കിട്ടും. ഇത് ഒത്തിരി ഇല്ല, നമ്മൾ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളതാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മൾ അപ്പച്ചമ്പിലേക്ക് അട വേവിക്കാനായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് കുക്കായി എടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20-30 മിനിറ്റ്സിനകം, ഒരു 15-20, വേണ്ട, അതിന് മുമ്പായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുക്കായിട്ട് കിട്ടും. നല്ല ഉഗ്രൻ അട നമുക്ക് എന്നിട്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അട എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, കുക്കായി. അത് ഇലയൊക്കെ മാറ്റി നമ്മൾ പാത്രത്തിലാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ്. പിള്ളേർ പെട്ടെന്ന് കഴിച്ചോളൂ. നല്ല മധുരമൊക്കെ ഉണ്ട്, ശർക്കരയൊക്കെ ഇട്ടതിന്റെ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് കമന്റ് അറിയിക്കുക, ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പൊ വീണ്ടും ഇനി ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.